വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ നൽകിയ 3 വാക്യങ്ങൾ പ്രഭാതത്തിൽ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. 1 യോഹന്നാൻ 3:14. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരനെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. 1 യോഹന്നാൻ 4:7. നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. 1 യോഹന്നാൻ 4:11. ദൈവം നമ്മെ എങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. യേശു കർത്താവ് നമുക്ക് നൽകിയ പുതിയ കൽപ്പനയാണ് തമ്മിൽ സ്നേഹിക്കണം എന്നത്. യോഹന്നാൻ 13:34 വാക്യം. നാം ജീവനിലാണോ മരണത്തിലാണോ വസിക്കുന്നത് എന്നതിൻ്റെ കാണപ്പെടുന്ന തെളിവാണ് സഹോദര സ്നേഹം. ഞാൻ, എൻ്റേത്, എനിക്ക് മാത്രം എന്ന സ്വാർത്ഥ ചിന്താഗതി സമൂഹത്തിൽ പടർന്ന് ഫലിച്ചതിൻ്റെ ഫലമായി ഇന്ന് സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വാർത്ഥതയ്ക്ക് മറ്റുള്ളവരെ സ്നേഹിപ്പാനോ കരുതുവാനോ ഒരിക്കലും കഴിയില്ല. സ്വാർത്ഥത സഹോദരനെ കൊല്ലുവാൻ പ്രേരിപ്പിക്കുന്നു. സ്വാർത്ഥത ഭാര്യയെയും മക്കളെയും ബലിയാടുകളാക്കുന്നു. സ്നേഹം കാണാനാവാതെ കരുണയും ദയയും കുടുംബബന്ധങ്ങളും നന്മയും നീതിയും ധാർമ്മിക മൂല്യങ്ങളും കാണാനാവാതെ സ്വാർത്ഥത കണ്ണുകളെ കുരുടാക്കിയിരിക്കുന്നു. നമുക്ക് സ്വാർത്ഥത കൈവെടിയാം. നമുക്ക് തമ്മിൽ സ്നേഹിക്കാം. ജീവനിൽ വസിക്കുന്നവരായി തീരാം. ആൽബർട്ട് ന്യൂറൽ എന്ന ചിത്രകാരൻ്റെ സുപ്രസിദ്ധമായ ചിത്രമാണ് പ്രാർത്ഥിക്കുന്ന കരങ്ങൾ എന്ന ചിത്രം. ജർമ്മൻകാരനായ പ്രിൻസും ആൽബർട്ടും സഹോദരന്മാരാണ്. ഇരുവർക്കും ചിത്രകല അഭ്യസിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ദാരിദ്ര്യം അവരെ തടസ്സപ്പെടുത്തി. ചിത്രകല എങ്ങനെയും അഭ്യസിക്കണമെന്ന് അവർ ചിന്തിച്ചു. അനുജനായ ആൽബർട്ടിൻ്റെ ഉള്ളിൽ പഠനത്തെക്കുറിച്ച് പൊന്തി വന്ന ആശയം അവൻ ചേട്ടനോട് പറഞ്ഞു. ചേട്ടൻ ഒരു കാര്യം ചെയ്യുക, ആദ്യം ചിത്രകല പഠിപ്പാനായി പോകണം. ചേട്ടന് ആവശ്യമായ പണം ഞാൻ ജോലി ചെയ്ത് തരാം. തൻ്റെ അനുജന് ചിത്രകലയോട് നല്ല താല്പര്യമുണ്ടെന്ന് സഹോദരൻ പ്രിൻസിന് അറിയാമായിരുന്നു. എങ്കിലും അവൻ തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ആ ആഗ്രഹം ഉപേക്ഷിപ്പാൻ തയ്യാറായത് എന്ന് മനസ്സിലാക്കിയ ജ്യേഷ്ഠൻ്റെ ഹൃദയം നൊന്തു. അയാൾ അനുജനോട് പറഞ്ഞു, നീ എന്നേക്കാൾ ചെറുപ്പമാണ്, അതിനാൽ ആദ്യം നീ ചിത്രകല പഠിക്കണം. നിനക്ക് വേണ്ടി ഞാൻ പണിയെടുത്ത് പണമുണ്ടാക്കി തരാം. എന്നാൽ ചേട്ടൻ തനിക്ക് വേണ്ടി പണിയെടുക്കുന്നതിനെ അനുജൻ എതിർത്തു. ഒടുവിൽ അവർ ഒരു തീരുമാനത്തിൽ എത്തി. ആദ്യം ആൽബർട്ട് ചിത്രകല പഠിക്കട്ടെ, അതിനുശേഷം ചേട്ടൻ ചിത്രകല പഠിക്കാം. ആൽബർട്ട് ചിത്രകല പഠനം തുടങ്ങി. അവനാവശ്യമായ പണം ഫാക്ടറിയിൽ പണിയെടുത്ത് ജ്യേഷ്ഠൻ കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ആൽബർട്ട് നല്ല ഒരു ചിത്രകാരനായി പുറത്തു വന്നു. തുടർന്ന് ജ്യേഷ്ഠൻ ചിത്രകലാ പഠനത്തിനും അനുജൻ ജ്യേഷ്ഠന് പണം കണ്ടെത്തുന്നതിനും വേണ്ടി ഫാക്ടറിയിൽ ജോലിക്ക് പോകുന്നതിനും ഉള്ള സമയമായി. സഹോദരന്മാർ തമ്മിൽ കണ്ടുമുട്ടി. അവരുടെ സ്നേഹം അണപൊട്ടി ഒഴുകി. അവർ പരസ്പരം ആലിംഗനം ചെയ്തു. അപ്പോഴാണ് ആൽബർട്ട് ഒരു കാര്യം മനസ്സിലാക്കിയത്. തൻ്റെ ചേട്ടൻ്റെ കൈകൾ പെൻസിൽ പിടിക്കുവാൻ വയ്യാത്ത വിധം പൊട്ടി തഴമ്പ് ആയിരിക്കുന്നു. ആൽബർട്ട് പൊട്ടിക്കരഞ്ഞു. അവൻ്റെ ഹൃദയം സഹോദരൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കി വിങ്ങിപ്പൊട്ടി.
തൻ്റെ ചേട്ടൻ തനിക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ത്യാഗത്തിൻ്റെ സ്നേഹത്തിൻ്റെ മഹത്വം എത്ര വലുതാണ്. ആൽബർട്ട് വളരെയധികം ദുഃഖത്തോടെ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ്റെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഉജ്ജ്വല കഥ പറയുന്ന ഈ കരങ്ങളുടെ ചിത്രം ഞാൻ വരയ്ക്കും. അതെന്നും മനുഷ്യഹൃദയങ്ങളിൽ ജീവിക്കും. ആൽബർട്ട് ആ കരങ്ങൾ തൻ്റെ ക്യാൻവാസിൽ വരച്ചു. അതാണ് പ്രാർത്ഥിക്കുന്ന കരങ്ങൾ. എന്നും ഈ ചിത്രം മനുഷ്യഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ആൽബർട്ടിൻ്റെയും പ്രിൻസിൻ്റെയും പരസ്പരമുള്ള സ്നേഹം ത്യാഗം ചെയ്യുന്നതിന് ഇടയാക്കി. ഈ സ്നേഹമാണ് ഇന്ന് നമുക്ക് ആവശ്യം. ഈ സ്നേഹമാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. സ്നേഹം നഷ്ടപ്പെട്ടതല്ലേ സഹോദര ബന്ധങ്ങൾ തകരുവാനുള്ള കാരണം. ഇന്ന് വിശ്വാസ സമൂഹം പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെയും കാരണം സ്നേഹം നഷ്ടപ്പെട്ടതല്ലേ. കാശ്മീർ താഴ്വരയിൽ ജാതി നോക്കി 25 പേരെ നിഷ്കരണം വെടിവെച്ചു കൊന്നതിൻ്റെ കാരണവും സ്നേഹം നഷ്ടപ്പെട്ടതല്ലേ. യേശു കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ഈ വലിയ സ്നേഹമല്ലേ യേശു കർത്താവ് കാൽവരി കുരിശിൽ തൻ്റെ മരണത്തിൽ കൂടി നമുക്ക് നൽകിയത്. സ്നേഹത്തിന് വേണ്ടി ജീവനെ നൽകുന്നതിലും അധികം സ്നേഹം മറ്റെവിടെയുണ്ട്. സ്നേഹിക്കുന്നവൻ ജീവനിൽ കടന്നിരിക്കുന്നു. സ്നേഹിക്കാത്തവൻ മരണത്തിലും. നാം ജീവൻ്റെ അവകാശികളോ മരണത്തിൻ്റെ അവകാശികളോ? കർത്താവേ, തമ്മിൽ സ്നേഹിച്ച് ജീവൻ്റെ അവകാശിയായി തീരുവാൻ എന്നെയും ഒരുക്കണമേ. ആമേൻ. സോദരൈക്യതയിൽ വസിപ്പാൻ